പുറത്ത് ചാറ്റൽ മഴ, അകത്ത് നല്ല ചൂട് കട്ടൻ ചായ. ആഹാ, എന്താ സുഖം. പതിപോലെ നമ്മൾ റൂമൊക്കെ അടച്ചിട്ട് ദേ പുറത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും ഇതാണ് കേട്ടോ. നാട്ടിലെ അപ്പവും മുട്ടക്കറിയും നല്ല ദോശയും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് എമ്പക്കം വിട്ട് പണിക്ക് പോയിക്കൊണ്ടിരുന്ന പലരുടെ അവസ്ഥ യൂറോപ്പിൽ വന്ന ഇത് തന്നെയാണ്. ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ദാ ഈ പോകുന്നത് കേട്ടോ. നമ്മൾ എങ്ങോട്ടാ പോണേ? ഓസ്ട്രേലിയക്ക് എന്തിനാ പോകുന്നേ? വിയറ്റ്നാമിൽ എന്താ ഉള്ളേ? വിയന്നയിൽ എന്താ ഉള്ളതെന്ന് പറയണമെങ്കിൽ നമ്മൾ പോയി നോക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദാ നമ്മുടെ ബസ് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു 20 മിനിറ്റ് യാത്ര ചെയ്ത് ബസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടെ നിന്ന് വേറെ ബസ്സിന് വേണം വിയന്നയ്ക്ക് പോകാനായിട്ട്. നമ്മൾ ഓൾറെഡി ഫ്ലൈറ്റ് ഇറങ്ങിയത് വിയന്നയിലാണെങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്നും കറങ്ങിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ടൈം കറങ്ങാനായിട്ട് പോവാണ്. ഒരു മാളിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഇവിടുത്തെ, അതായത് ബ്രാറ്റിസ്ലാവയിലെ മെയിൻ ബസ് സ്റ്റേഷൻ. നമ്മളങ്ങനെ നടന്ന് സ്റ്റേഷനെത്തി. ഇനി ബസ് കണ്ടുപിടിക്കണം. നാട്ടിൽ നമ്മുടെ കൊച്ചിൻ റിഫൈനറി പോലത്തെ എന്തോ ഒരു റിഫൈനറിയാണിത്. ഓസ്ട്രിയ റിഫൈനറി. അറിയില്ല കറക്റ്റാണോ എന്ന്, കാരണം നമ്മുടെ കൂടെ തിരുത്താനും അത് പറഞ്ഞു തരാനും വേറെ ആരുമില്ല.
ഒരുപാട് കമ്പനീസും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരുപാട് കണ്ടെയ്നേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ ഇവിടെ വന്ന വർത്തായിരിക്കും. ഇതാണ് ഓസ്ട്രിയയിലെ മെയിൻ ബസ് സ്റ്റേഷൻ വിയന്ന. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. നമ്മൾ അടുത്തുള്ളൊരു മാളിലേക്ക് കയറി നമുക്കൊരു കുട മേടിക്കാൻ വേണ്ടിയിട്ട്. ഓസ്ട്രിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നുകൊണ്ടായിരിക്കണം വിയന്ന നിറച്ച് ക്രൗഡായിരുന്നു. എവിടെ ചെന്നാലും എവിടെയാണെങ്കിലും ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് വായി നോക്കി നടക്കുക, അത് നമ്മൾ മലയാളീസിന് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു പ്രത്യേക തരം കഴിവാണ്. നേരത്തെ മിന്നൽ പരിശോധനയ്ക്ക് ശേഷം നമുക്കൊരു കാര്യം മനസ്സിലായി, അവിടെ എങ്ങും കുടയില്ല. കുടയില്ലാത്തതല്ല കേട്ടോ, കുട തീർന്നുപോയി. പെട്ടെന്നുള്ള മഴ കാരണം ആളുകളെല്ലാം വന്ന് കുട മേടിച്ചുകൊണ്ട് പോയി. അപ്പം നമ്മൾ അടുത്ത കടയിലേക്ക് പോയി. നമുക്ക് കുട വേണം, കാരണം കുടയില്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കുട തപ്പിപ്പോയ എൻ്റെ കണ്ണുടക്കിയത് ദാ ഈ കുപ്പികളിലേക്കാണ് കേട്ടോ. എൻ്റെ പൊന്ന് സാറേ, ഒരു രക്ഷയില്ല. നാട്ടിലെ ബാറിലുണ്ടാവോ ഇത്രയും കുപ്പികൾ എന്ന് പറയാൻ എനിക്കറിയില്ലല്ലോ, കാരണം നാട്ടിലെ ബാറിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന കുപ്പികളിൽ ഏതെങ്കിലുമൊക്കെ 1-2 കുപ്പി മേടിച്ച് നാട്ടിലുള്ള ചേട്ടന്മാർക്കും പിന്നെ സ്പെഷ്യലായിട്ട് അടിക്കുന്ന ചേച്ചിമാർക്കും കൊണ്ടു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ. അല്ലാണ്ട് കയ്യിൽ കാശില്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നമുക്ക് കുട കിട്ടി വിളയിച്ചാ നമ്മൾ പൈസ ഒന്നും നോക്കിയില്ല കേട്ടോ. ഒരു കാലം കൂടെ ഇങ്ങെടുത്തു. നാട്ടിൽ 1000 രൂപ വെറുതെ പോയി. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നോ, വീട്ടിലിരിക്കുന്ന കുടയും എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ കുട പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്തതിൻ്റെ അഹങ്കാരം. അടുത്ത നമ്മുടെ യാത്ര മെട്രോയിലാണ്. മെട്രോ കയറണമെങ്കിൽ എന്ത് ചെയ്യണം, ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റും എടുത്ത് മെട്രോയിൽ നോക്കി ഇരുന്ന് മടുത്ത്. കാരണം മെട്രോ വരണ്ടേ. അവസാനം എന്താ, മെട്രോ വന്നു. മെട്രോ കയറി പോകുന്നു. എങ്ങോട്ടാണെന്നറിയില്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാലോ. ഹലോ, എങ്ങോട്ടാ? ആ
പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? എനിക്കറിയില്ല. എനിക്കും അറിയില്ല, വാ പോയി നോക്കാം. അകത്ത് തന്നെ അൾത്താര ഭാഗത്തിൻ്റെ അവിടെ 4 സൈഡും കെട്ടി വെച്ചേക്കാണ്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം ചുറ്റിക്കറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ അവിടെ കയറി നല്ല ചൂട് പൊറോട്ടയും ബീഫ് ഇന്നാലും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത് നമുക്ക് പോകാൻ സമയമായി. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാര്യമില്ല, നമ്മൾ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം. പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ സ്റ്റെപ്പ് കയറി ചെന്ന് നോക്കിയപ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. ഹാവൂ, സമാധാനമായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരപ്പൂപ്പൻ അയാളുടെ ഭാര്യേനെ പറഞ്ഞു വിടാനുള്ള സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ എന്നറിയില്ല. അയാൾ അവിടെ കുറേ നേരം ട്രെയിനിൻ്റെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അല്ല, ഇങ്ങനെ നിന്നാൽ മതിയോ? പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടിക്കറ്റ് എടുക്കണമെങ്കിൽ ടിക്കറ്റ് നോക്കണം. ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടില്ല. എന്താ കാരണം? ട്രെയിൻ എടുക്കാൻ 1 മിനിറ്റ് മുമ്പ് ബാക്കി വന്നാൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം ബസ്സിന് പോവുക. ഇനി നമ്മൾ ബസ്സിന് അന്വേഷിച്ചുള്ള നടപ്പിലാണ്.